ഹരേ കൃഷ്ണ. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് വ്യാഴമാറ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് വരുന്നത്. വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നൊരു മാറ്റമാണ്. കാരണം ജൂൺ 2-ാം തീയതി വ്യാഴം മാറിയാൽ നമ്മളെ ജീവിതത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും, ഇനി നമ്മൾ നന്നാവും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് മകരക്കൂറുകാർ. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ധനുക്കൂറിൽ നമ്മൾ മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ 1-ാം പാദമായിരുന്നു. മകരക്കൂർ എന്ന് പറയുമ്പം ഉത്രാടത്തിൻ്റെ ബാക്കി വരുന്ന 3 പാദങ്ങൾ. അപ്പോൾ ഉത്രാടത്തിൻ്റെ 1-ാം പാദത്തിന് അത്ര നന്നല്ല, ബാക്കി വരുന്ന 3 പാദക്കാർക്ക് 3/4 ഭാഗത്തിനും നല്ലതാണ്. ഉത്രാടം കഴിഞ്ഞാൽ തിരുവോണം, അവിട്ടത്തിൻ്റെ പകുതി, ആദ്യ പകുതി, 1ഉം 2ഉം പാദം. അപ്പോൾ അവിട്ടം, അതുപോലെ തന്നെ തിരുവോണം, ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് വ്യാഴത്തിനെ കൊണ്ട് വലിയ ഗുണം വന്നിട്ടില്ല. അതിന് മുമ്പ് വലിയ കുഴപ്പമില്ലാതെ പോയി. ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ഗുണവുമില്ല. കാരണം ഒരുപാട് ധനച്ചെലവുകൾ വരിക, ഒരുപാട് നമുക്ക് ധനപരമായിട്ടുള്ള ബ്ലോക്ക് വരിക, അപ്രതീക്ഷിത ധനനഷ്ടം വരിക, സാമ്പത്തികമായിട്ട് കടബാധ്യതകൾ വരികയോ അല്ലെങ്കിൽ കടബാധ്യതയ്ക്കുള്ള സാധ്യതകൾ വരിക, ഇങ്ങനെയൊക്കെ വരാവുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ സർവേശ്വരകാരകനായ വ്യാഴം, ധനം, സന്താന ഗുണം, ഐശ്വര്യം, ഭാഗ്യം, ദൈവാധീനം, ഇതൊക്കെ തരേണ്ട വ്യാഴം നമുക്ക് 6-ൽ നിന്ന് 7-ലേക്ക്, നിവൃത്തി സ്ഥാനത്തേക്ക്, നമുക്ക് എല്ലാ കാര്യങ്ങളും കാര്യസാധ്യം നടത്തി തരേണ്ട ഭാഗത്തേക്ക്, അതും ഉച്ചനായിട്ട് 12 വർഷത്തിലൊരിക്കലാണ് വ്യാഴം ഉച്ചനായിട്ട് വരുന്നു. ആ വ്യാഴം നമുക്ക് ഉച്ചനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിലൊരു ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഗുണകരമായ മാറ്റം എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യാം. പുതിയ പദ്ധതികൾ നിങ്ങളിലേക്ക് വരും. ധനപരമായിട്ട് ഗുണം വരാനുള്ള പദ്ധതികൾ വരും. ബിസിനസ്സിൽ പുതിയ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ടിരിക്കുന്ന കാര്യങ്ങളിലോ ഒക്കെ ഉണ്ടായിരുന്ന ബ്ലോക്കുകൾ നീങ്ങും. ചിരകാലമായി നമ്മൾ കൊണ്ടുനടന്ന പല സ്വപ്ന പദ്ധതികൾക്കും ഒരു മൂവ്മെൻറ്റ് വന്നു തുടങ്ങും. ഉടനെ സാധിക്കുമെന്ന് ഞാൻ പറയില്ല കേട്ടോ, മൂവ്മെൻറ്റ് വരും. പിന്നെ നമുക്ക് പുതിയ ചില സൗഹൃദങ്ങൾ, അതുപോലെ അകന്നിരുന്നവരുമായിട്ടുള്ള അടുപ്പം, ഇങ്ങനെയൊക്കെ വന്ന് ജീവിതത്തിലൊരു സന്തോഷവും ഒരു പ്രതീക്ഷയും നാളേക്കുള്ള ശുഭാപ്തി വിശ്വാസവും വന്നു തുടങ്ങും. നമുക്ക് കുടുംബപരമായിട്ടുള്ള പഴയ ധനമോ അല്ലെങ്കിൽ സ്വത്തോ ഒക്കെ കിട്ടാനുണ്ടായിരുന്നതിൽ കേസോ വഴക്കൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ ഒരു മധ്യസ്ഥതയിലോ അല്ലെങ്കിൽ അത് ഒരു വലിയ കോംപ്രമൈസ് അവസ്ഥയിലോ അതങ്ങ് പിന്നെ നമുക്ക് ഒഴിവാക്കി അതിലൂടെ നമുക്ക് നേട്ടങ്ങൾ വരാനും ധനം വരാനുമുള്ള ഗുണം വരും. സ്വത്തുക്കളെ കൈവരും. ഇനി റിയൽ എസ്റ്റേറ്റ് അതുപോലുള്ളതിലൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ ഈ ബ്രോക്കറേജ്, നമ്മൾ ലൈസൻസ് വർക്കിലൊക്കെ നിന്നിരുന്നവർക്കൊക്കെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഒരു ബ്ലോക്കായിരുന്നു, അതെല്ലാം നീങ്ങുകയാണ്. ധനപരമായിട്ടൊരു മാറ്റം വരും. വളരെ ചുരുക്കി പറഞ്ഞാൽ, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. ഇഷ്ടപ്പെട്ടവരുമായിട്ട് പിണങ്ങിയിരുന്നെല്ലാം പിണക്കം മാറും. ജീവിതത്തിലൊരു നമ്മൾ പറയൂലേ, വീണ്ടും ഒരു ഉണർവും ഒരു പുതിയ ഒരു പ്രതീക്ഷയും ജീവിതത്തിനൊരു നാളേക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സും ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങും. തീർച്ചയായിട്ടും ഇതെല്ലാം പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം എടുക്കാവൂ. കാരണം പല കാര്യങ്ങളിലും ഇന്ന് നമ്മൾ ചെയ്യുന്ന തീരുമാന വൈകല്യം നാളെ ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ സൂക്ഷിച്ചേ എടുക്കാവൂ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ 7 എന്ന് പറഞ്ഞാൽ നമ്മൾ നിവൃത്തി എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും സാധിച്ച് കിട്ടുന്ന സ്ഥലത്താണ്. ആ സ്ഥാനത്തുനിന്ന് അടുത്ത വ്യാഴം അടുത്ത വർഷം മാറുന്നത്, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 2027 ജൂലൈയിൽ മാറുന്നത് അഷ്ടമത്തിലേക്കാണ്. അന്ന് കഷ്ടത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ
സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ രംഗത്ത്, അതുപോലെ തന്നെ നമ്മൾ പൊതു രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ നിയമം കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ തന്നെ നിയമപാലകർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ സൈന്യത്തിലൊക്കെ ഉള്ളവരൊക്കെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം അതിൻ്റെ നമ്മൾ ദോഷങ്ങൾ ഏറ്റുവാങ്ങിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഇന്ന് ചെയ്യുന്നതിൻ്റെ പല കാര്യങ്ങളുടെയും അനിഷ്ടങ്ങൾ അന്ന് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പൊതുവിൽ ഈ വരുന്ന ഒരു വർഷം നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും എല്ലാ രീതിയിലും ഗുണം വരികയും ചെയ്യും. കടബാധ്യതകൾ കുറഞ്ഞു വരും. പിന്നെ പുതിയ ധനപരമായ കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ വരും. ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും ജീവിതത്തിലൊരു പുതിയ വർഷമാണ്. പുതിയ പഠനം, പുതിയ ഉപരിപഠനം, വിവാഹം, അതുപോലെ തന്നെ പുതിയ ജോലികൾക്ക്, അതുപോലെ ജോലിയിൽ മാറ്റം, ഇതിനൊക്കെ ശ്രമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. അത് പ്രയോജനപ്പെടുത്തുക. നാളേക്ക് വേണ്ടിയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. കൺസൾട്ടിങ്ങിനോ സംശയങ്ങൾക്കോ അതിൽ ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് മെസ്സേജ് ഇടുന്നതായിരിക്കും ഭംഗി. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളും. നമ്മളോട് അതായത് ചോദിക്കുക പോലും ചെയ്യാതെ ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് നന്നായിട്ട് ജ്യോതിഷ കൈരളിയെ വളർത്തുന്ന നിങ്ങളെല്ലാ ആത്മമിത്രങ്ങൾക്കും എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ട്. ഒപ്പം തന്നെ എന്നും നിങ്ങൾക്ക് ആ ഈശ്വരാനുഗ്രഹം, പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹരികൃഷ്ണ. നന്നായി വരട്ടെ, നന്നായി വരട്ടെ.